ഉപജീവനമാർഗ്ഗ നാടകങ്ങളൊക്കെ അല്ലേ? കല്യാണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ നാടകമൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ എത്രാമത്തെ ഇതായിരുന്നു? എത്രാമത്തെ സ്റ്റേജാണ്? ഞാൻ ആദ്യം കണ്ടതിനെക്കാട്ടി ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആയില്ലേ? അതെ അതെ, നമ്മള് അവിടെ പൂജപ്പുര കണ്ടത്. ഇപ്പൊ അഭിനയമൊക്കെ ഞാൻ നല്ലപോലെ കണ്ടായിരുന്നു. ചേച്ചി നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. സിനിമയിൽ എങ്ങനെ എന്തെങ്കിലും കയറാൻ അറിയില്ല, ആരെങ്കിലൊക്കെ വിളിക്കാറുണ്ടോ? ഷോർട്ട് ഫിലിം അതിനെ കുറിച്ചൊന്ന് പറയോ? ബാംഗ്ലൂർ ലോഡ്ജ് സിനിമാസ് വെബ് സീരീസ് അവരുടെ ആണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അവർ ആണ് വിളിച്ചത്. ഹരി സാർ എന്ന് പറഞ്ഞാൽ ഹരിത്തമ്പി സാറാണ് എന്നെ വിളിച്ചത് ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്തു കഴിഞ്ഞു. ട്രീസർ ഇറങ്ങിയതേ ഉള്ളൂ. അത് എത്രയും വേഗം റിലീസാകും. ഷൂട്ടിംഗ് കഴിഞ്ഞായിരുന്നല്ലേ? അതെ, അത് ഫുള്ള് കഴിഞ്ഞതാണ്. ചേച്ചിയുടെ ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാകത്തില്ല, സർപ്രൈസ് ആണ് ക്യാരക്ടർ. അത് വൈറലാവാൻ സാധ്യത ഉണ്ടോ? അറിയില്ല. ചേച്ചി ഇപ്പൊ എന്ത് അഭിനയിച്ചാലും വൈറലാണ്. ചുമ്മാ നിന്നാ വൈറലാവും. പിന്നെ മക്കളൊക്കെ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കും. പുതിയ വർക്കൊക്കെ പുതിയതായിട്ട് നാടകമാണ് മെയിനാണ്. ഇപ്പം നാടകമാണ് ഇപ്പം ഉപജീവനമാർഗ്ഗ നാടകങ്ങളൊക്കെ അല്ലേ? നാടകം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വന്നതാണല്ലേ? വിളിച്ചപ്പം ജസ്റ്റ് ഒരു വന്നതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു ജീവിതമാർഗ്ഗമാവെന്ന് വിചാരിച്ചില്ല. ഇല്ലില്ല. മാറത്തില്ലല്ലേ? പുതിയ വീട്ടിൽ കയറിയപ്പോ ചേട്ടൻ കൂടെ ഉള്ള കണക്ക് തോന്നുന്നുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേച്ചി ഇപ്പൊ അവിടെ കൂടെ? പിന്നെ ചേച്ചിയുടെ കല്യാണത്തെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുന്നുണ്ട്.